പാലക്കാട് വിക്ടോറിയ കോളേജിൽ പ്രതിഷേധ സൂചകമായി മോഹിനിയാട്ടം അവതരിപ്പിച്ച മോഹിനിയാട്ടം കലാകാരൻ RLV രാമകൃഷ്ണൻ. കോളേജ് യൂണിയൻ സംഘടിപ്പിച്ച കോളേജ് ഡേ പരിപാടിയിലാണ് RLV രാമകൃഷ്ണൻ പ്രതിഷേധ മോഹിനിയാട്ടം അവതരിപ്പിച്ചത്. കേരളത്തിന്റെ വഴിയോരങ്ങളിലെല്ലാം മോഹിനിയാട്ടം അവതരിപ്പിക്കുമെന്ന് അദ്ദേഹം പരിപാടിയുടെ ഉദ്ഘാടന വേളയിൽ പറഞ്ഞു. പാലക്കാട് വിക്ടോറിയ കോളേജിലെ തിറ കോളേജ് യൂണിയൻ പരിപാടിയിലാണ് മോഹിനിയാട്ട കലാകാരനും സിനിമാതാരം കലാഭവൻ മണിയുടെ സഹോദരനുമായ RLV രാമകൃഷ്ണൻ മുഖ്യാതിഥിയായി എത്തിയത്. നിങ്ങളെല്ലാം മോഹിനിയാട്ടത്തിൻ്റെ ഒരു ചരിത്രം ഒരു അമ്മയിലൂടെ കേട്ട് കാണും. മോഹിനിയാണ് മോഹിനിയാട്ടം ആടുന്നത്. സുന്ദരികളായിട്ടുള്ള വെളുത്ത നിറമുള്ളവരാണ് നൃത്തം ചെയ്യേണ്ടത്. ആണുങ്ങൾ അകത്തി നൃത്തം ചെയ്താൽ അരോചകം തോന്നും എന്നൊക്കെയുള്ള പരാമർശങ്ങൾ. അവൻ കാക്കയുടെ നിറമുള്ളവനാണ്. അവനെ കണ്ടാൽ അവൻ്റെ പെറ്റയമ്മ സഹിക്കില്ല. ചാലക്കുടിയിലെ ഒരു മോഹിനിയാട്ടക്കാരനാണ് അയാൾ. സംഗീത നാടക അക്കാദമിയിലെ ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് KPS ലളിതയുമായി സംവാദത്തിൽ ഏർപ്പെട്ട നർത്തകനാണ് അയാൾ. അയാളെ കുറിച്ച് ഞാൻ പറയുമ്പോൾ അഭിമുഖം ചെയ്യുന്ന ആളോട് പറയുകയാണ്, നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലും ഇത് കേൾക്കുന്ന ആൾക്കാർക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും ഇത് ആരാണെന്ന്. ഞാൻ അയാൾക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്. ഇത്രയും പരാമർശങ്ങളാണ് എന്നെക്കുറിച്ച് അവിടെ പറഞ്ഞത്. ഇതിൽ നിന്നും നിങ്ങൾക്ക് വ്യക്തമാണല്ലോ ആരാണ് ആ വ്യക്തി എന്നുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറെ വിവാദമായ നർത്തകി സത്യഭാമയുടെ വാക്കുകൾ പറഞ്ഞു തുടങ്ങിയാണ് RLV രാമകൃഷ്ണന്റെ തന്റെ പ്രസംഗം ആരംഭിച്ചത്. തന്റെ ജീവിതത്തിന്റെ പ്രതിസന്ധികൾ പറഞ്ഞാരംഭിച്ച പ്രസംഗം അവസാനിക്കുമ്പോഴും നിറഞ്ഞ കയ്യടികളായി. ഞാൻ എന്നെ പറഞ്ഞിട്ടുള്ള കാര്യം നിങ്ങൾക്കറിയാം. കാക്ക പോലെ കറുത്തവനാണ് അവൻ, പെറ്റമ്മ പോലെ സഹിക്കില്ല. എനിക്കതൊരു വിഷയമല്ല. കാരണം എൻ്റെ അമ്മ എന്നെ സ്നേഹിച്ചത് എങ്ങനെയാണെന്ന് എനിക്ക് അവരുടെ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല. അവരൊരു അമ്മയാണെങ്കിൽ, അവർ പ്രസവിച്ച ഒരു അമ്മയാണെങ്കിൽ അങ്ങനെ അവരുടെ മകൻ അവർക്ക് എങ്ങനെയാണോ അങ്ങനെ ആയിരിക്കാം. അതുകൊണ്ടായിരിക്കും അവരങ്ങനെ പറഞ്ഞതെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും കറുത്ത നിറമുള്ള എൻ്റെ പ്രിയപ്പെട്ട നർത്തകർക്കും നർത്തകികൾക്കും, അത് ഏത് വിഭാഗത്തിലായാലും, അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ കലാലയത്തിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. നിങ്ങൾ നൃത്തം ചെയ്യണം. കേരളത്തിലെ വഴിയോരങ്ങളിലെല്ലാം മോഹിനിയാട്ടം അവതരിപ്പിക്കാനാണ് തന്റെ തീരുമാനമെന്ന് RLV രാമകൃഷ്ണൻ പറഞ്ഞു. ചീഞ്ഞളിഞ്ഞ ചിന്താഗതിയുടെ മോഹിനിയാട്ടക്കാരെ അകറ്റി നിർത്തുന്നത് സമൂഹം തിരിച്ചറിയുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആകാരസുഷമ എന്ന് പറയുന്നത് നമുക്ക് എല്ലാ മനുഷ്യർക്കും ആകാരസുഷമയുണ്ട്. വെളുത്ത നിറത്തിനല്ല അവിടെ പ്രാധാന്യം. ഒരു കുട്ടി നൃത്തം ചെയ്യാൻ കയറുന്നത് പൂർണ്ണമായും നൃത്തത്തിന്റെ ആടയാഭരണങ്ങൾ ധരിച്ച് മൊത്തത്തിലുള്ള ഒരു സൗന്ദര്യത്തെയാണ് അവിടെ ആകാരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. അത് കേവലം 10 മാർക്കാണ്. അതിനപ്പുറം ബാക്കി 90 മാർക്ക് നൃത്തവുമായി ബന്ധപ്പെട്ടുള്ള സാങ്കേതിക വശങ്ങൾക്കാണ്. താളം, അഭിനയം, മുദ്രപ്രയോഗം, അടവുകളുടെ ശുദ്ധത, ടോട്ടൽ അഭിനയം, ഒരു നൃത്താവിഷ്കാരത്തിന്റെ ടോട്ടൽ പെർഫോമൻസ്, ഇതിനൊക്കെയാണ് അതിന് മാർക്ക്. അതിനെ അവർ ആ തരത്തിൽ വളച്ചു കൂട്ടിക്കൊണ്ട് അങ്ങനെയാണെങ്കിൽ അത് നിർത്തലാക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വല്ലാത്ത അതൊക്കെ ഉള്ള കാലഘട്ടത്തിലാണ് നൃത്ത മത്സരങ്ങളൊക്കെ തുടർന്ന് ഈ കാലഘട്ടം വരെ എത്തിയത്. ഇവിടെ എത്തിയപ്പോഴാണ് ഇവർ ഇങ്ങനെയൊക്കെ കറുത്തവർക്ക് നൃത്തം ചെയ്യാൻ ഭംഗിയില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രസ്താവന. ഒരു സ്ഥാനം പുറത്തേക്ക് എടുത്തിട്ടല്ല മുലയൂട്ടുന്നത്. അവിടെ മുദ്രകളിലൂടെ അറ്റ്ലീസ്റ്റ് ഇത്ര മാത്രം കാണിച്ചുകൊണ്ട് ഇങ്ങനെ കാണിച്ച് ഇത്രയും മുദ്രയിലൂടെ മാത്രമേ കാണിക്കേണ്ട ഒരു വസ്തുതയുള്ളൂ. ഇവിടെ പകർന്നാടുക, ഒരു നർത്തകൻ അല്ലെങ്കിൽ നർത്തകി പകർന്നാടുക എന്നൊരു സമ്പ്രദായമുണ്ട്. നർത്തകനാണെങ്കിൽ മറ്റ് കഥാപാത്രങ്ങളെ, സ്ത്രീ കഥാപാത്രങ്ങളെയൊക്കെ ഉൾക്കൊള്ളണം. നർത്തകിമാരാണെങ്കിൽ പുരുഷ കഥാപാത്രങ്ങളെയും ഉൾക്കൊണ്ട് ആടുക എന്നുള്ളതാണ്. അപ്പൊ ഇത്തരത്തിലുള്ള സാങ്കേതിക വിദ്യകളൊക്കെ നിറഞ്ഞിരിക്കെ സമൂഹത്തിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ വളരെ മോശമായ അഭിപ്രായങ്ങൾ പറഞ്ഞ ഈ ഒരു സ്റ്റേറ്റ്മെന്റ്, അതിനോട് കലാഭവൻ മണിച്ചേട്ടൻ വെറും ഒരു കലാകാരൻ മാത്രമായിരുന്നില്ല, ജനങ്ങളുമായി സംവദിച്ച നിങ്ങളുടെ ഉള്ളിലൊക്കെ ഇപ്പോഴും ജീവിക്കുന്ന ഒരു കലാകാരനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ അനുജൻ എന്നുള്ള രീതിയിൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ എല്ലാ കറുത്ത മക്കൾക്ക് വേണ്ടി കേരളത്തിന്റെ വഴിയോരങ്ങളിൽ മോഹിനിയാട്ടം അവതരിപ്പിച്ച് പ്രതിഷേധിക്കാൻ തന്നെയാണ് എൻ്റെ തീരുമാനം. അത് പെൺവേഷം കെട്ടിക്കൊണ്ട് എനിക്ക് മോഹിനിയാട്ടം ചെയ്യാൻ താല്പര്യമില്ല. ഞാൻ ഇങ്ങനെ തന്നെ ചെയ്യുള്ളൂ. മലയാളികളുടെ പ്രിയപ്പെട്ട കലാഭവൻ മണിയെ വേദിയിൽ വെച്ച് പലതവണകളായി RLV രാമകൃഷ്ണൻ ഉച്ചരിച്ചു.
ഒടുവിൽ കലാഭവൻ മണിയുടെ പേരിലായിരുന്നു ഉദ്ഘാടന പ്രസംഗം അവസാനിപ്പിച്ചത്. ഉദ്ഘാടന വേളയിൽ RLV രാമകൃഷ്ണൻ അവതരിപ്പിച്ച കലാഭവൻ മണിയുടെ ചാലക്കുടിക്കാരൻ പാട്ടും ഏറെ ആവശ്യമായി. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചുവപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചെമ്പല്ലിക്കാരി മീൻ ചെമ്മീനേ പെണ്ണിന്റെ കൊട്ടലും നീയുള്ള പിടക്കണ മീനാണേ. മീനും കണ്ടഞ്ചറുവട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഞാൻ. മീനും കണ്ടഞ്ചറുവട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഞാൻ. നേരം പോയി മീനും ചീഞ്ഞേ അന്നത്തെ കച്ചവടം വെള്ളത്തിലായി. നേരം പോയി മീനും ചീഞ്ഞേ അന്നത്തെ കച്ചവടം വെള്ളത്തിലായി. കലയ്ക്ക് കറുത്തതോ വെളുത്തതോ ഇല്ല. അതിനാൽ തന്നെ ഓരോ കറുത്ത വർഗ്ഗക്കാരും കലയെ സ്നേഹിച്ച് രംഗത്ത് വരണമെന്ന് പറഞ്ഞുകൊണ്ട് നർത്തകി സത്യഭാമയുടെ നിലപാടുകളിൽ പ്രതിഷേധ സൂചകമായി RLV രാമകൃഷ്ണൻ വേദിയിൽ മോഹിനിയാട്ടം അവതരിപ്പിച്ചു. UTV ന്യൂസ്, പാലക്കാട്.